ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. മുത്തശ്ശൻ്റെ തീരുമാനം എന്താണെന്ന് അറിയാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാവരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. എൻ്റെ കൊച്ചുമക്കളുടെ 3 പേരുടെയും ഭാര്യമാർ എഴുതിയത് ഞാൻ വായിച്ചു. അതിൽ നിന്ന് ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. ഈ വീടും ഇതിനോടനുബന്ധിച്ച് കിടക്കുന്ന സ്വത്തുക്കളും പിന്നെ ജുവലറിയുടെ മെയിൻ ബ്രാഞ്ചുകളും ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അങ്ങ് നിർത്തും. എല്ലാവരും ആകാംക്ഷയോടെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. അതെല്ലാം കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആദർശിൻ്റെയും നയനയുടെയും പേരിലാണെന്ന് പറയും. അത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടുന്നുണ്ട്. ആദർശം നയനയും വരെ ഞെട്ടിപ്പോകുന്നു. ജലജയും രേവതിയും അനാമികയൊക്കെ ഒട്ടും ഇഷ്ടപ്പെടാത്ത പരുവത്തിലാണ് ഇത് കേട്ട് നിൽക്കുന്നത്. അതെന്താ അച്ഛാ, 3 കൊച്ചുമക്കൾക്ക് ഒരുപോലെ വേണ്ടേ സ്വത്ത് കൊടുക്കാനെന്ന് ജാനകി ചോദിക്കും. അത് കേൾക്കുന്ന ജലജയും പറയുന്നുണ്ട്, ഒരുപോലെ കൊടുത്തില്ലെങ്കിലും കുറച്ചൊക്കെ ഒരുപോലൊക്കെയെങ്കിലും ആകണ്ടേ അച്ഛാ. ആദർശിൻ്റെ പേരിൽ എന്ത് കൊടുത്താലും അത് അവൻ എല്ലാവർക്കും വീതിച്ചു കൊടുക്കും. എന്നാലും ആദർശിൻ്റെ കൂട്ടത്തിൽ ഇവളെയും കൂടെ കൂട്ടി ഉൾപ്പെടുത്തിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ദേവയാനി പറയുന്നുണ്ട്. എല്ലാവരുടെ ആഗ്രഹങ്ങളും ഞങ്ങൾ ആ പേപ്പറിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അതനുസരിച്ചാണ് ഞങ്ങളൊരു തീരുമാനമെടുത്തെന്ന് മുത്തശ്ശൻ പറയും. എല്ലാം വേണമെന്ന് ഏടത്തി എഴുതി കാണുമെന്ന് അനാമിക കുറ്റപ്പെടുത്തുന്നു. അപ്പം മുത്തശ്ശി പറയും, അറിയത്തില്ലാത്ത കാര്യം മോള് പറയരുത്. ആരൊക്കെ എന്തൊക്കെ എഴുതിയിരിക്കുന്നതൊക്കെ ഞങ്ങൾ രണ്ടുപേരും കണ്ടതാണെന്ന്. ഞങ്ങളുടെ മക്കൾക്കൊന്നും പറയാനില്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കും. അപ്പം ജയനും അജയനും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു എതിർപ്പും ഇല്ല അച്ഛാ, അച്ഛൻ പറയുന്ന പോലെ നടക്കട്ടെ എന്ന്. അപ്പോൾ അജയനാണെങ്കിൽ പറയും, അച്ഛൻ എന്തായാലും ഒന്നും കാണാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാമെന്ന്. എനിക്കും ഇയാൾക്കും ശേഷം ഈ തറവാട് നോക്കേണ്ടത് നയനയും ആദർശുമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കാലശേഷം ഈ വീടിൻ്റെ താക്കോൽ ഞങ്ങൾ കൈമാറുന്നത് ദേവയാനിക്കല്ല, നയനമോൾക്കായിരിക്കും. ഇത് കേൾക്കുന്ന ദേവയാനി ഞെട്ടിപ്പോകുന്നുണ്ട്. ദേവയാനി മാത്രമല്ല, ജലജയും രേവതിയും ജാനകിയും എല്ലാം ഞെട്ടുന്നുണ്ട്. ഈ വീടും മൂർത്തിസ് ഗ്രൂപ്പും അർഹരായവരുടെ കയ്യിൽ തന്നെയാണ് ഞങ്ങളിത് ഏൽപ്പിക്കുന്നത്. ഇതിന് യോഗ്യരായവർ ആദർശ് നയനയാണെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. തൻ്റെ അഭിപ്രായം അതുതന്നെയല്ലേടോ എന്ന് മുത്തശ്ശിയോട് മുത്തശ്ശൻ ചോദിക്കും. അതേ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നൊരു കാര്യം, എല്ലാവർക്കും ഈ ഡിമാൻഡ് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് പാർട്ടീഷൻ നടത്താം. ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് ജലജയും ജാനകിയും പറയുന്നു. ദേവയാനിയുടെ അഭിപ്രായം എന്താണെന്ന് മുത്തശ്ശൻ ചോദിക്കും. അപ്പം ദേവയാനി പറയും, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. കൂടുതൽ അധികാരം നയനയ്ക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്നാൽ എല്ലാവരുടെയും അഭിപ്രായം ഇതാണെങ്കിൽ പാർട്ടീഷൻ എന്നുള്ള കാര്യം അങ്ങ് മറന്നേക്ക്. ഈ ഡിമാൻഡുകൾ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ പാർട്ടീഷനുള്ളൂ. തൽക്കാലം ഈ തറവാട് വെട്ടിമുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങ് പോകും. മുത്തശ്ശൻ്റെ ഈ വർത്തമാനം ഏറ്റവും കൂടുതൽ തകർക്കുന്ന അനാമികയും അവളുടെ അമ്മയുമാണ്. കണ്ട സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയതിൻ്റെ വേദനയിൽ നിൽക്കുന്ന രേവതിയെയും അനാമികയും കാണിക്കുന്നുണ്ട്. അനാമികയ്ക്കാണെങ്കിൽ അതിൻ്റെ പേരിൽ അങ്ങ് ദേഷ്യവും വരുന്നുണ്ട്. അവർ പോയ ഉടനെ അനാമിക നയനയുടെ നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചെല്ലും. മുത്തശ്ശനെയും മുത്തശ്ശിയും അങ്ങ് സോപ്പിട്ട് പതപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം നയന പറയും, ഞാൻ ആരെയും സോപ്പിട്ടൊന്നുമില്ലയെന്ന്. മുത്തശ്ശനും മുത്തശ്ശിയും ആണെങ്കിൽ എല്ലാം തീരുമാനിച്ച് വെച്ചിരിക്കുന്ന, പിന്നെ ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഇപ്പം പറഞ്ഞെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ നയന പറയും, ഞാൻ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാം, അല്ലാതെ ഇതൊന്നും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞ് നയനെ അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് രേവതിയോട് വേണു ചോദിക്കുന്നതാണ്, എന്തായി കാര്യങ്ങളൊക്കെ എന്ന്. പാർട്ടീഷൻ നടന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണല്ലോ രേവതി അവിടെ നിന്നേ. അപ്പോൾ ഒന്നും കിട്ടുകയില്ലെന്ന് അറിഞ്ഞപ്പോൾ രേവതി ഇങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോരും. വേണു ചോദിച്ചതിന് മറുപടിയായിട്ട് രേവതി പറയും, അവർക്ക് കേരളത്തിൽ തന്നെ 10-16 ജുവലറി ഉണ്ട്. അതിലൊരു 5 എണ്ണമെങ്കിലും അനിക്കും അനാമികയ്ക്കും കിട്ടും. പിന്നെ അവരുടെ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗവും കിട്ടുമെന്ന്. ആണോ എന്ന് സന്തോഷത്തോടെയാണ് വേണു ചോദിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ചെന്നേച്ചാൽ മതി, ഒരു കൊട്ടയും കൊണ്ട് സ്വർണ്ണമെല്ലാം ഇങ്ങോട്ട് തന്നുവിടാമെന്നാണ് പറഞ്ഞെന്ന് പറയും. അതിനാ നീ എന്നെ കളിയാക്കുകയാണെന്ന് ചോദിക്കും. അയാൾക്ക് വലിയൊരു രോഗമുണ്ട്, എന്നിട്ടും അത് ചികിത്സിച്ച് മാറ്റാനായിട്ട് അവർ ഓടി നടക്കുക എല്ലാവരും. അയാൾ രോഗം മാറി തിരിച്ചു വന്നാൽ ഒരിക്കലും നമ്മളുടെ സ്വപ്നങ്ങൾ നടക്കത്തില്ല. പിന്നെ എന്തിനാ എല്ലാവരുടെയും നിന്നും എഴുതി വാങ്ങിച്ചത് കുറിപ്പായിട്ട്? അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാനുള്ള അയാളുടെ സൂത്രമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവരുടെ സ്വത്തിനെ ഒന്ന് ഭാഗം വയ്ക്കാനായിട്ട് പറ്റുന്നത് എന്ന് വേണു ചോദിക്കും. പോംവഴി എന്താ, ആ കിളവൻ മരിക്കണം. രേവതി പറയുന്നത് കേട്ട് വേണു ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. അപ്പം രേവതി ചോദിക്കും, എന്താ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നത്? അത് പിന്നെ ആ വീട്ടിൽ പലരും അയാൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അത് ശരിയാ, അനിയുടെ അപ്പച്ചിയും മകനുമൊക്കെ അയാളെ ഒരു ബാധ്യതയായിട്ടാണ് കാണുന്നത്. എന്നാൽ അവരെയെല്ലാം കൂട്ടുപിടിച്ച് നമുക്ക് അയാളെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ? അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? അത് നടന്നില്ലെങ്കിൽ നമ്മളുടെ മോള് ആ വീട്ടിൽ നിന്ന് പുറത്താകും, നമ്മളുടെ കള്ളത്തരെല്ലാം പുറത്താകുകയും ചെയ്യും. അതിനങ്ങനെ അവളെ അങ്ങ് ഇറക്കി വിടാൻ പറ്റുമോ? അവൾ ആ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ചെന്നതല്ലേ.
നിനക്ക് ആ മൂർത്തിയെ അറിയത്തില്ലാഞ്ഞിട്ടാ. അയാൾ പലർക്കും ദൈവമാണ്, എന്നാൽ ഇടഞ്ഞാൽ അയാൾ ഒരു പ്രശ്നക്കാരൻ തന്നെയാണ്. മൂർത്തിയുടെ വേരവിടുന്ന് പിഴുതെറിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ വേര് ഓടിക്കാൻ പറ്റത്തുള്ളൂ. രേവതിയും അത് സമ്മതിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നയന മുത്തശ്ശന് ഗുളികയൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ്. ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശൻ പറയും, മോളെ, ആദർശ് നിന്റെ മൂല്യം മനസ്സിലാക്കി കഴിഞ്ഞു. അവൻ എന്നെപ്പോലെയാ. ഒരാളെ നന്നായിട്ട് മനസ്സിലാക്കി അയാളെ മനസ്സിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും എടുത്ത് കളയില്ല. അതുകൊണ്ട് മോള് ഭാഗ്യവതിയാന്ന് പറയും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എന്തൊക്കെയായാലും നമ്മളുടെ ആഗ്രഹം മാത്രം നടക്കുന്നില്ലല്ലോ മോളെ. നയനമോൾ ഉടനെ തന്നെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകും. അനാമിക മോളും കൂടെ വിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് പല ഭാഗത്തു നിന്നും പല ചോദ്യങ്ങളും നേരിടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണണം. അത് കേൾക്കുന്ന മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവിടെ ഒരു നല്ല ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. ഞാൻ ആദർശിനോട് പറഞ്ഞതായിരുന്നു മോളെയും കൂട്ടി അങ്ങോട്ട് വരണമെന്ന്. അവൻ അത് കേട്ടില്ല. അതുകൊണ്ട് മോള് പറയണം, നിങ്ങൾ രണ്ടുപേരോടെ ചെന്ന് ആ ഡോക്ടറെ ഒന്ന് കാണണമെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ നയന അങ്ങ് വല്ലാതാകുന്നുണ്ട്. മോൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവനുമായിട്ട് സംസാരിക്കാമെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്. അപ്പോൾ നയന പറയും, വേണ്ട മുത്തശ്ശ, ഞാൻ തന്നെ പറഞ്ഞോളാമെന്ന് പറഞ്ഞ് നയനെ അങ്ങ് പോകും. നയന താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആദർശ് അവിടെ ഇരുന്ന് എന്തോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നയന അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അന്നേരത്തേന് ആദർശ് ചോദിക്കും, എന്താ, നിനക്ക് എന്തോ പറയാനുണ്ടല്ലോ, എന്നോട് പറയാനുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയും. അതല്ല, എനിക്കല്ല പറയാനുള്ളത്, മുത്തശ്ശനും മുത്തശ്ശിക്കുവാന്ന് പറയും. അവർക്കെന്താ പറയാനുള്ളത്, ഹോസ്പിറ്റലിലെ കാര്യമാണോ എന്ന് ചോദിക്കും. അല്ല, അതൊന്നുമല്ല, അവർ പറയുമായിരുന്നു നമ്മൾ എത്രയും പെട്ടെന്നൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് ആദർശ് ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ട് എഴുന്നേറ്റ് നയനയുടെ അടുത്തേക്ക് വരും. നമ്മളുടെ വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങളായി. നമ്മളുടെ ജീവിതത്തിൽ ഇതുവരെ ഒരു ഫസ്റ്റ് നൈറ്റ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമുക്കതിന് വേണ്ടി ഒരു മുഹൂർത്തം കുറിക്കാമെന്ന് പറയും. മുഹൂർത്തമോ എന്ന് നയന ചോദിക്കും. മുഹൂർത്തത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ എന്ന് നയനയോട് ആദർശ് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് വരുന്ന ജലജ കേൾക്കുന്നുണ്ട്. അപ്പം ജലജ മനസ്സിലോർക്കും, ഇതുവരെ ഇവരുടെ ജീവിതത്തിൽ ഒരു ഫസ്റ്റ് നൈറ്റ് ഒന്നും നടന്നില്ലേന്ന്. എന്തായാലും ഇന്നാകെ വിഷമമുള്ള ദിവസമാണേലും ഇതുപോലുള്ളൊരു ന്യൂസ് കേൾക്കാൻ പറ്റിയല്ലോ, ഇതെല്ലാവരെയും ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞ് ജലജ അവിടെ നിന്ന് അങ്ങ് പോകും. ആദർശ് അപ്പം നയനോട് പറയും, കുടുംബമായ കുട്ടികളൊക്കെ വേണം, അതിൻ്റെ ഒരു സന്തോഷം വേറെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്കിനി ഇതങ്ങനെ നീട്ടി വെക്കണ്ട എന്ന് പറയും. അപ്പോൾ നയന ഇങ്ങനെ ആദർശിനെ സ്നേഹത്തോടെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ആദർശിനും നയനെ നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കിട്ടിയ ന്യൂസ് അന്നേരം തന്നെ പറയാനായിട്ട് ദേവയാനിയുടെ അടുത്തോട്ട് ജലജ ചെല്ലും. അപ്പോൾ ദേവയാനി അങ്ങ് സങ്കടപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോഴത്തേന് ജലജ എന്ന് പറയും, എന്തായാലും ഈ വീട് നയനയുടെ പേരിൽ എഴുതി കൊടുക്കുമല്ലോ ഏട്ടത്തി എന്ന് പറയും. അങ്ങനെയൊന്നും അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ദേവയാനി പറയുന്നുണ്ട്. അങ്ങനെയല്ല പറഞ്ഞതെങ്കിലും ഈ വീടിൻ്റെ താക്കോൽ ഇനി നയനയെ ഏൽപ്പിക്കുന്നെന്ന് അച്ഛൻ പറഞ്ഞില്ലേ, അതിൻ്റെ അർത്ഥം എന്നാ, ഈ വീട് അവൾക്ക് എഴുതി കൊടുക്കുമെന്നല്ലേ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് ദേവയാനിക്ക് അങ്ങ് സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നാലും ഏട്ടത്തി ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ എന്ന് പറയും. എന്താ സന്തോഷ വാർത്തയെന്ന് ദേവയാനി തിരക്കും. അത് പിന്നെ ആദർശും നയനയും ഒരു റൂമിലാണ് കഴിയുന്നെങ്കിലും രണ്ട് വ്യക്തികളായിട്ട് തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ലെന്ന് ദേവയാനി പറയുന്നുണ്ട്. അതേടത്തി അവരുടെ ഇടയിൽ ഇതുവരെ ഒരു ഫസ്റ്റ് നൈറ്റ് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയും. അതെങ്ങനെയാണ് നീ ഇതൊക്കെ അറിയുന്നതെന്ന് ചോദിക്കും. അത് ഈ വീട്ടിലെ എന്ത് വിശേഷവും ആദ്യം അറിയുന്നത് ഞാനല്ലേ, അതുകൊണ്ടാണ് നിന്നെ പരദൂഷണക്കാരി എന്ന് വിളിക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് സാരമില്ല, എന്നാലും എല്ലാ കാര്യവും ഞാൻ ആദ്യം അറിയുമല്ലോ. എനിക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ അറിയാൻ ഒരു ആകാംക്ഷയുണ്ട്, അതുകൊണ്ട് ഞാനതെല്ലാം തിരക്കി അറിയുന്നു. ഇതെന്തായാലും സത്യമായ കാര്യമാണെന്ന് പറയും. ഇപ്പോൾ തന്നെ ഈ വീടിൻ്റെ അവകാശം നയനയ്ക്ക് കൊടുത്തു. ഇവക്കൊരു കുഞ്ഞൂടായി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. എല്ലാവരും കൂടി അവളെ എടുത്ത് തലേ വെക്കില്ലേ, പിന്നെ ഏട്ടത്തിയുടെ സ്ഥാനം പോലും എവിടെയായിരിക്കും എന്ന് ജലജ അങ്ങ് ദേവയാനി ചൂട് പിടിപ്പിക്കുകയാണ്. എനിക്ക് ആദർശിൻ്റെ കല്യാണം കഴിഞ്ഞപ്പം തൊട്ട് ഒരു കുഞ്ഞിനെ താലോലിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കൊച്ചുമക്കളെ താലോലിക്കാൻ ആഗ്രഹമില്ലാത്തവരൊന്നും ഇല്ലല്ലോ. എന്നാലും പക്ഷേ ഇവൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ താലോലിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇവൾക്കൊരു കുഞ്ഞുണ്ടാകാതിരിക്കാനായിട്ട് എന്നെക്കൊണ്ടാകുന്നത് എന്തും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ദേവയാനി ദേഷ്യപ്പെട്ട് അങ്ങ് പോവും. അത് കാണുമ്പോഴത്തേന് ജലജയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശ് എങ്ങോട്ടോ പോകാനായിട്ട് ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ ഹാളിൽ നയന നിൽപ്പുണ്ട്. നയന ചോദിക്കും, എങ്ങോട്ട് ആദർശേട്ടാന്ന്. ഞാനിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി പുറത്ത് വരെ പോയിട്ട് വരാമെന്ന് പറയും. അതെന്താ, എന്നാൽ ഞാനിവിടെ കൂടെ വരട്ടെ. വേണ്ട, ഇപ്പം തന്നെ ഞാൻ വരാം, അരമണിക്കൂറിനായി ഞാനിങ്ങ് എത്തുമെന്ന് പറയും.
എന്താ കാര്യമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറയുമ്പോൾ അത് സസ്പെൻസാന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ആദർശ് ഒരു മുല്ലപ്പൂ വിൽക്കുന്ന കടയിലേക്ക് ചെല്ലുന്നതാണ്. അവിടുന്ന് ആദർശ് 5 മുഴം മുല്ലപ്പൂ മേടിക്കുന്നുണ്ട്. ആ മുല്ലപ്പൂവായിട്ട് ആദർശ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഹാളിൽ തന്നെ ഇരിക്കുകയാണ് ദേവയാനി ആദർശിൻ്റെ കയ്യിലിരിക്കുന്ന പൊതി കാണുന്നുണ്ട്. എന്താടാ അതെന്ന് ചോദിക്കുമ്പോൾ ആദർശ് ഒന്ന് പരുങ്ങുന്നുണ്ട്. അത് പിന്നെ അമ്മ ഇച്ചിരി മുല്ലപ്പൂ ആണെന്ന് പറയും. ആണോ? അയ്യോ, എൻ്റെ മനസ്സറിഞ്ഞ പോലെ നീ എനിക്ക് മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് വന്നല്ലോ. നാളെ ഞാൻ അമ്പലത്തിൽ പോകാനിരിക്കുകയായിരുന്നു. മുല്ലപ്പൂ ഇല്ലല്ലോ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് നീ എൻ്റെക്ക് ഈ മുല്ലപ്പൂ മേടിച്ചു കൊണ്ട് തന്നത്. അല്ലേ തന്നെ ഇപ്പം അച്ഛൻ മുല്ലപ്പൂ ഒന്നും മേടിച്ചു കൊണ്ട് തരാറില്ല. അതിൻ്റെയും കൂടി നീ എനിക്ക് ഇതൊക്കെ ചെയ്തു തരണം കേട്ടോ എന്ന് പറയും. ആദർശിനാണ് ആ മുല്ലപ്പൂ കൊടുക്കാൻ മനസ്സില്ലെങ്കിലും അവസാനം അങ്ങ് കൊടുക്കും. ഇത് ഏറെ ഉണ്ടല്ലോ എന്ന് പറയും. എന്നാൽ അമ്മയ്ക്ക് ആവശ്യത്തിന് എടുത്തിട്ട് പകുതി ഇങ്ങി തരാൻ പറയും. എനിക്ക് പകുതി മതിയായിരുന്നു, പക്ഷേ എൻ്റെ കൂടെ അമ്പലത്തിൽ വരുന്ന അനാമികയ്ക്കും ജാനകിക്കും വേണമല്ലോ, അതുകൊണ്ട് ഞാനിത് മൊത്തം എടുക്കുക എന്ന് പറയും. നീ ഇത് വേറെ ആർക്കും കൊണ്ടുവന്നതല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കും. ഇല്ല, ഞാൻ അമ്മയെ ഉദ്ദേശിച്ച് മാത്രം കൊണ്ടുവന്നതാന്ന് പറയും. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ദേവയാനി ആ മുല്ലപ്പൂ മുഴുവൻ അങ്ങ് എടുക്കും. ആദർശിനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അകത്തോട്ട് അങ്ങ് പോകും. ദേവയാനിക്ക് അപ്പോൾ സന്തോഷമാകുന്നുണ്ട് നയനയ്ക്ക് കൊണ്ടുവന്ന മുല്ലപ്പൂ മുഴുവനായിട്ടും മേടിച്ചെടുത്തതിൻ്റെ.